Good morning students, welcome to our GK class. Today we are going to study class 7 GK. You take your GK text, page 11. Okay. നമ്മുടെ PT1 എക്സാംസ് എല്ലാം കഴിഞ്ഞു. നമ്മൾ ഇന്നോട്ട് നമ്മുടെ PT2 പോർഷൻസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. യു ടേക്ക് യുവർ GK ടെക്സ്റ്റ്, പേജ് 11, ഫേമസ് റൈറ്റേഴ്സ്. ഓക്കെ. Write the names of the famous writers. Choose from the picture. അതായത് നിങ്ങളുടെ ടെക്സ്റ്റിൽ റൈറ്റേഴ്സിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതിൽ നിന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ, ഹീ ഈസ് ആൻ അമേരിക്കൻ സയൻസ് ഫിക്ഷൻ റൈറ്റർ. ഹീ റോട്ട് ദ ഫേമസ് നോവൽ ജുറാസിക് പാർക്ക്. മെനി ഓഫ് ഹിസ് ബുക്സ് ഹാവ് ബീൻ അഡാപ്റ്റഡ് ഇൻ ടു ഫിലിംസ്. അതായത് ജുറാസിക് പാർക്ക് എഴുതിയ റൈറ്റർ, അദ്ദേഹത്തിൻ്റെ പല ബുക്സും ഫിലിംസായിട്ട് മാറ്റിയിട്ടുണ്ട്. അദ്ദേഹം എഴുതിയിട്ടുള്ള പല ബുക്കുകളും സിനിമകളായിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഹു ഈസ് ദ റൈറ്റർ? ഓക്കെ, ഹിസ് നെയിം ഈസ് മൈക്കിൾ ക്രൈറ്റൺ. ക്യാൻ യു സീ ദിസ്? ദിസ് ഈസ് മൈക്കിൾ ക്രൈറ്റൺ. ഹി റോട്ട് ജുറാസിക് പാർക്ക്. ഓക്കെ. ആൻഡ് സെക്കൻഡ് വൺ, he was a Russian writer. He wrote many novels and short stories. Two of his most famous novels are War and Peace and Anna Karenina. റഷ്യൻ റൈറ്ററാണ്. വാർ ആൻഡ് പീസും അന്ന കരീനയും അദ്ദേഹത്തിൻ്റെ ഫേമസ് നോവൽസ് ആണ്. ഓക്കെ. സോ സെക്കൻഡ് വൺ ആൻസർ ഈസ് ലിയോ ടോൾസ്റ്റോയ്. ലിയോ ടോൾസ്റ്റോയ് ആണ് വാർ ആൻഡ് പീസും അന്ന കരീനയും എഴുതിയത്. ക്യാൻ യു സീ ദിസ്? ഓക്കെ. നെക്സ്റ്റ്, തേർഡ് വൺ, ഹീ ഈസ് ആൻ ഇന്ത്യൻ നോവലിസ്റ്റ്, പോയറ്റ് ആൻഡ് ചിൽഡ്രൻസ് റൈറ്റർ. ഹീ വോൺ വേൾഡ് വൈഡ് അക്ലെയിം ഫോർ ഹിസ് നോവൽ എ സ്യൂട്ടബിൾ ബോയ്. ഇന്ത്യൻ നോവലിസ്റ്റാണ്. എ സ്യൂട്ടബിൾ ബോയ് എന്നുള്ള ഫേമസ് നോവൽ എഴുതിയത് ആരാണ്? ഓക്കെ, ആൻസർ ഈസ് വിക്രം സേത്ത്. വിക്രം സേത്തിൻ്റെ ഫേമസ് നോവലാണ് എ സ്യൂട്ടബിൾ ബോയ്. ഓക്കെ. നെക്സ്റ്റ് ഈസ് ഫോർത്ത് വൺ, ഹീ ഈസ് എ പോപ്പുലർ ഫ്രഞ്ച് ഓഥർ ആൻഡ് പ്ലേ റൈറ്റ്. ഹി റോട്ട് ഹിസ്റ്റോറിക്കൽ നോവൽസ്. സം ഓഫ് ഹിസ് ഫേമസ് വർക്ക്സ് ആർ ദ ത്രീ മസ്കറ്റേഴ്സ് ആൻഡ് ദ കൗണ്ട് ഓഫ് മോണ്ടി ക്രിസ്റ്റോ. ഓക്കെ, കൗണ്ട് ഓഫ് മോണ്ടി ക്രിസ്റ്റോ is a famous novel, famous work by Alexander Dumas. Okay. Next, fifth one, he was a popular author and poet. He was conferred with an honorary degree of Doctor of Letters by Oxford University. Some of his famous works, The Lord of the Rings and The Hobbit. അതായത് ദ ലോർഡ് ഓഫ് ദ റിങ്സ്, അതുപോലെ ദ ഹോബിറ്റ്. ഇതിൻ്റെ ഓഥർ ആരാണ്? ആൻസർ ഈസ് J.R.R. ടോൾക്കിൻ. ഓക്കെ. സോ ഫിഫ്ത്ത് വൺ ആൻസർ ഈസ് J.R.R. ടോൾക്കിൻ. ആൻഡ് സിക്സ്ത് വൺ, ഹി ഈസ് എ ഫേമസ് നോവലിസ്റ്റ് ഓഫ് ഇന്ത്യൻ origin. His book Midnight's Children won the Booker Prize in 1981. Joseph Andon, a memoir is his latest book. ഓക്കെ. അതായത് മിഡ്നൈറ്റ് ചിൽഡ്രൻ എന്നുള്ള ഫേമസ് നോവൽ എഴുതിയത് ആരാണ്? അദ്ദേഹത്തിന് മാൻ ബുക്കർ പ്രൈസ് 1981 കിട്ടിയിട്ടുണ്ട്. ഇസ് എ ഫേമസ് നോവലിസ്റ്റ് ഓഫ് ഇന്ത്യൻ ഒറിജിൻ. ഓക്കെ. സോ ആൻസർ ഈസ് സൽമാൻ റുഷ്ദി. Okay, Salman Rushdie. Seventh one, he was a novelist, playwright and short story writer. He is popular for his comic novels. Some of his famous works are The Inimitable Jeeves and The Girl in Blue. Seventh one, answer is P.J. Woodhouse.
Okay, these are the famous writers. You study it well. And next is the classics. How many of these classics have you read? Can you see this? These are classics. Okay. Read the clues and write the names of the book. Choose from the box. Okay. There is a box. Okay. The first one. It is narrated in the first person by a horse. The book contains lessons on how to treat living things with kindness, sympathy and respect. Okay. അതായത് നമുക്ക് ലിവിങ് തിങ്സ്, അതായത് ലിവിങ് തിങ്സിനോട് എങ്ങനെ നമുക്ക് ജീവനുള്ള വസ്തുക്കൾ, അതായത് ആനിമൽസ്, അവയോടൊക്കെ എങ്ങനെ നമുക്ക് കൈൻഡ്നസ്, സിമ്പതി, റെസ്പെക്റ്റ്, ഇതിനെക്കുറിച്ചൊക്കെ പറയുന്ന ഒരു ബുക്കാണ്. ആൻസർ ഈസ് ബ്ലാക്ക് ബ്യൂട്ടി. ഓക്കെ, ബ്ലാക്ക് ബ്യൂട്ടി. ആൻഡ് സെക്കൻഡ് വൺ, it is about the adventures of a man in various places such as Lilliput, a land of tiny people, Bobdinan, a land of giants, Laputa, the flying island, a country ruled by horses. Okay, that is Gulliver's Travel. ഓക്കെ, ഗളിവറും ലില്ലിപുട്ടും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതുപോലെ അതായത് ലില്ലിപുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ടൈനി പീപ്പിൾ, നീളമില്ലാത്ത കൊച്ചു മനുഷ്യരാണ് ലില്ലിപുട്ട് എന്ന് പറയുന്നത്. അവിടെ വരുന്ന അഡ്വഞ്ചർ മാനാണ് ഗളിവർ. ഓക്കെ, സോ ബോബ്ഡിഗ്നാൻ, a land of giants. Answer is Gulliver's Travels. Okay, and third one, the book is about a young man named David Balfour. His wicked uncle first tries to kill him, and when that fails, set up a plan to kidnap him. Okay, answer is kidnapped. And fourth one, it is a historical novel set in 12th century England. The legendary of Robin Hood is a character in this novel. Answer is Ivanhoe. Okay. And fifth one, it is about the mischievous boy who can fly and refuse to grow up. The book describes his adventure on the island of Neverland. That is Peter Pan. Okay, answer is Peter Pan. And sixth one, it is the story of a villager who goes off to sleep for 20 years and find everything changed when he returns to his village. അതായത് ഇതൊരു വില്ലേജറുടെ കഥയാണ്. അദ്ദേഹം ഏകദേശം ഒരു 20 years എന്തായിരുന്നു? സ്ലീപ്പിങ്ങിലായിരുന്നു. അത് കഴിഞ്ഞ് വെൻ ഹി റിട്ടേൺ ടു ഹിസ് വില്ലേജ് എവറിത്തിങ് ചേഞ്ച്ഡ്. 20 വർഷത്തെ ഉറക്കമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പം അദ്ദേഹത്തിൻ്റെ വില്ലേജിലെ എല്ലാ കാര്യങ്ങളും ചേഞ്ച് ചെയ്തു. ഓക്കെ, ദ ബുക്ക് ഈസ് റിപ്പ് വാൻ വിങ്കിൾ. ഓക്കെ, seventh one, it is about a boating holiday shared by 3 friends and a dog. They go down river Thames from Kingston to Oxford. That is the 3 men in a boat. Next, there is a box. Can you see this? Tan Thuan Eng became the first Malaysian writer to win Asian Literary Prize for his book The Garden of Evening Mist. Okay, the Asian Literary Prize is one of the most prestigious literary prize of Asia. അതായത് ഏഷ്യയിലെ ഏറ്റവും വലിയ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു ലിറ്റററി പ്രൈസാണ്
ദ ഏഷ്യൻ ലിറ്റററി പ്രൈസ് എന്ന് പറയുന്നത്, ഏഷ്യൻ ലിറ്റററി പ്രൈസ് ആദ്യമായിട്ട് കിട്ടിയ മലേഷ്യനാണ് താൻ ഫാൻ യങ്. ഓക്കെ. So this much for today. You study well. We will meet in the next class. Thank you.